നിങ്ങളാരും ഇതുവരെ പരീക്ഷിച്ച് നോക്കാത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഞാനിന്ന് കാണിച്ചു തരുന്നത്. സാധാരണ നമ്മൾ ഈസ്റ്റും തേങ്ങയും ഒക്കെ ചേർത്താണ് ഇത് അരക്കാറ്. പക്ഷേ ഞാനിന്ന് ഇതിലേക്ക് തേങ്ങയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതിന് പകരം വേറൊരു സാധനമാണ് കേട്ടോ ഞാനിത് ചേർത്ത് കൊടുക്കുന്നുള്ളത്. വളരെ സോഫ്റ്റായ ഈ അപ്പം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് അരി കുതിരാനായി വെക്കാം. ഞാൻ 1 കപ്പ് പച്ചരിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അടുത്തതായി നമുക്ക് വേണ്ടത് ഉഴുന്നുപരിപ്പാണ്. 2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി ചേർത്ത് നമുക്ക് നന്നായി തന്നെ ഇത് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷമാണ് നമ്മൾ കുതിരാനായി വെക്കുന്നുള്ളത്. ഞാൻ ഇതൊന്ന് കഴുകിയെടുക്കട്ടെ കേട്ടോ. ഇപ്പോൾ ഇത് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം കളഞ്ഞ് നമുക്ക് നല്ല വെള്ളത്തിൽ ഇത് കുതിർത്ത് വെക്കണം. ഇത് ഞാൻ 3 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. 3 മണിക്കൂറിന് ശേഷം നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് മാറ്റിയെടുക്കണം. ഇതേ വെള്ളത്തിലാണ് നമ്മളിത് അരച്ചെടുക്കുന്നില്ല കേട്ടോ. ഈ അരിയിലേക്ക് നമുക്ക് ഇനി വേണ്ട 1 കപ്പ് ചോറ്, നമ്മൾ അരി എടുത്ത അതേ അളവിൽ 1 കപ്പ് ചോറ്, പിന്നെ 1/4 ടീസ്പൂൺ മാത്രമേ ഞാനിതിൽ ഈസ്റ്റ് ചേർക്കുന്നുള്ളൂ. അടുത്തായി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് വേണ്ടത് കക്കരിയാണ്. ഈ കക്കരി ചേർക്കുന്നതുകൊണ്ട് നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആവുന്നുണ്ട്. തീരെ തേങ്ങ ഒന്നും ചേർക്കണ്ട കേട്ടോ. ഈ കക്കരി ചേർത്ത് നമുക്ക് സാധാരണ പച്ചരി ദോശ ഉണ്ടാക്കാം. നമ്മൾ തേങ്ങ ചേർക്കാതെ കക്കരിയും പച്ചരിയും മാത്രം അരച്ചിട്ടും നമുക്ക് നേരിയ ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതും വളരെ ടേസ്റ്റിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ്. ഇപ്പോൾ ഇത് ഞാൻ കക്കരിയും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് അധികം ലൂസ് ആക്കണ്ട. ഈ സമയത്ത് നമുക്കിത് കുറച്ച് സമയം പൊങ്ങാനായി വെക്കുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിപ്പം ഈ മാവ് വേണ്ടത്. ഇനി ഇത് നമ്മൾ പൊങ്ങാനായി മാറ്റി വെക്കാം. ഞാൻ മൂടി ഇത് ഒരു 2 മണിക്കൂർ സമയം മാറ്റി വെക്കുന്നുണ്ട്. ഈ അപ്പത്തിന് ചെറിയൊരു മധുരം ഉള്ളതുകൊണ്ട് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാം കേട്ടോ. ഇല്ലെങ്കിൽ ഡിന്നറിനൊക്കെ ആണെങ്കിൽ നമുക്ക് ചിക്കൻ കറിയോ മുട്ടക്കറിയോ അതിൻ്റെയൊക്കെ കൂടെ വളരെ ടേസ്റ്റിയാണ്. ഇപ്പോൾ ഇതാ കണ്ടോ, നന്നായി തന്നെ പൊങ്ങി മറിഞ്ഞിട്ടുണ്ട്. ഞാൻ 2 മണിക്കൂറിന് ശേഷമാണ് ഈ അപ്പം ഉണ്ടാക്കാനായി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈസ്റ്റ് അധികമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ തീരെ തേങ്ങ ചേർത്തിട്ടുമില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇത് ഞാൻ അപ്പം ഉണ്ടാക്കി കാണിക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അധികം നമ്മൾ ഇത് ഇളക്കി ഇതിൻ്റെ ഇതൊക്കെ കളയരുത് കേട്ടോ. ഇത് നന്നായി പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ടല്ലോ. ഇത് അധികം നമ്മൾ ശക്തിയിൽ ഇളക്കി കൊടുക്കരുത്. ഇനി നമ്മൾക്ക് ഇത് ഉണ്ടാക്കാനായി ഞാൻ ഒരു ഇതുപോലെയുള്ള പാത്രത്തിലാണ്, നമ്മൾ ടിഫിൻ ബോക്സിൻ്റെ പാത്രമോ കുറച്ച് കുഴിയിലെ പ്ലേറ്റോ ഏത് വേണമെങ്കിലും എടുക്കുക കേട്ടോ. ഞാനിത് ഇതുപോലെയുള്ള പാത്രമാണ് എടുത്തിട്ടില്ല. അതിലേക്ക് ഇത്തിരി ഓയിലോ നെയ്യോ എന്തെങ്കിലും പുരട്ടി കൊടുത്തതിന് ശേഷം നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഞാൻ സ്റ്റീം ചെയ്യാൻ വേണ്ടി ചെമ്പ് ചൂടാവാനായി വെച്ചിട്ടുണ്ട്. ആ ചൂടായതിന് ശേഷം വേണം നമ്മളിത് വെച്ച് കൊടുക്കാൻ. ഇതൊരു പകുതി ഭാഗം മാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് മൂടി വെക്കാം. ഇനി ഇത് ചൂടായ ചെമ്പിലേക്ക് ഞാനിത് വെച്ച് ഒരു 15 മിനിറ്റ് സമയം ഞാൻ ആവി കയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കട്ടിയിലുണ്ടെങ്കിൽ നമ്മളൊരു 15 മിനിറ്റ് സമയം തന്നെ ആവി കയറ്റണം. ഇപ്പോൾ ഇത് തണുത്തതിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾക്ക് വെറുതെ ഇങ്ങനെ ഡിമോൾഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല വറുത്തരച്ച ചിക്കൻ കറി, ബീഫ് കറി, മുട്ടക്കറീൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അല്ലാതെ വെറുതെ കഴിക്കാനും വളരെ ടേസ്റ്റാണ്. എത്ര സോഫ്റ്റാണെന്ന് നോക്കിയാൽ അത്രയും സോഫ്റ്റാണ്. അപ്പോൾ ഈ കക്കരി വെച്ച് നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. ഇത്രയല്ലേ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.